കോൺഗ്രസ് എം പി ശശി തരൂരിനെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ. താൻ മുൻപ് പറഞ്ഞത് തെറ്റല്ല എന്ന് ഇപ്പോൾ തരൂർ പറയുന്നത് കേട്ടപ്പോൾ ബോധ്യമായില്ലേ എന്നാണ് പത്മജ ചോദിച്ചത്. തരൂരിനെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, പക്ഷേ അദ്ദേഹമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നാണ് പത്മജ പറയുന്നത്. KPCCയുടെ പല യോഗങ്ങളിലും ഞാൻ പോകുന്ന വേളയിൽ ശശി തരൂരിനെ കാണാറില്ല, വിളിച്ചിട്ടില്ല എന്നാണ് മറുപടി ലഭിക്കാറ്. വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തരൂർ, എന്നിട്ടും ഒരു പരിപാടിക്കും തരൂരിനെ പങ്കെടുപ്പിക്കുന്നില്ല. കോൺഗ്രസുകാർ അയിത്തം പോലെ അദ്ദേഹത്തെ അകറ്റി നിർത്തുന്ന രീതിയാണുള്ളതെന്നും പത്മജ തുറന്നടിച്ചു. ഏതു പാർട്ടി വേണമെന്ന് തീരുമാനിക്കേണ്ടത് ശശി തരൂരാണ്, നമ്മൾ പോയി വിളിക്കേണ്ട ആളല്ല. ഇനിയും കോൺഗ്രസിൽ തരൂർ തുടരുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നുമില്ല. അത്രമാത്രം അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഈ ഛർദിച്ചതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങാൻ പറ്റില്ലല്ലോ എന്നാണ് പത്മജ വേണുഗോപാൽ ചോദിക്കുന്നത്. ശശി തരൂർ നല്ലവണ്ണം പറഞ്ഞു, ഇവരും തിരിച്ചു കൊടുത്തു. ശേഷം മുകളിൽ നിന്ന് കണ്ണുരുട്ടിയപ്പോൾ എല്ലാവരും വാലും ചുരുട്ടി പിന്നോട്ടു പോയി. ഇതാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം സ്ഥിരമായ കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിമാർ എത്ര പേരാണ്? എല്ലാവരെയും മുഖ്യമന്ത്രിയാക്കേണ്ടി വരും അല്ലേ? മറ്റുള്ളവരെ പാലം വലിക്കുമെന്നാണ് പത്മജ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. എല്ലാ കോൺഗ്രസ് നേതാക്കളും പോയി ഡൽഹിയിൽ കണ്ടുവരും, അല്ലാതെ ഒന്നും നടക്കില്ല. പുനഃസംഘടന എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. ഇന്നുവരെ ഒരു DCC സെക്രട്ടറിയെ പോലും മാറ്റിയിട്ടില്ല. കോൺഗ്രസിന് ശക്തിയുണ്ടായിരുന്ന തൃശൂർ പോലുള്ള ഒരു സ്ഥലത്ത് DCC അധ്യക്ഷനെ വെക്കാൻ പറ്റുന്നില്ലത്രേ, ആളില്ലെന്നാണ് പറയുന്നത്. ഇത്ര ഗതികേടാണോ കോൺഗ്രസിനെന്നാണ് പത്മജ വേണുഗോപാലിന്റെ പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യം. ബിജെപിയിലേക്ക് ക്ഷണിച്ച പത്മജയുടെ വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ശശി തരൂർ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞ പോഡ്കാസ്റ്റ് ശ്രദ്ധയോടെ കേൾക്കൂ എന്നാണ് ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പ്, ശശി തരൂർ വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ K സുധാകരനെ മാറ്റുമെന്ന പ്രചരണം ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു. K സുധാകരൻ മാറേണ്ട സാഹചര്യമില്ലെന്ന് മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ചെയ്തതാണ്. അതേസമയം കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ തനിക്ക് മറ്റ് സാധ്യതകളുണ്ട് എന്ന് തരൂർ പറഞ്ഞതായി ദി ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്ത തള്ളി തരൂർ രംഗത്ത് വന്നിരുന്നു. സമൂഹ മാധ്യമമായ Xലാണ് തരൂരിന്റെ ഈ പ്രതികരണം അറിയിച്ച് താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണെന്നും ഇത് അടിസ്ഥാനരഹിതവും ഉത്തരവാദിത്തരഹിതവുമായ റിപ്പോർട്ടിംഗ് ആണെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തിയത്. സാഹിത്യ ലോകത്ത് തന്റെ സമയം ഉപയോഗപ്പെടുത്താനുള്ള നിരവധി അവസരങ്ങളുണ്ട് എന്ന് താൻ പറഞ്ഞ ഒരു നിരുപദ്രവകരമായ പ്രസ്താവനയെ രാഷ്ട്രീയത്തിൽ തനിക്ക് മറ്റ് അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് ഇംഗ്ലീഷിൽ തെറ്റായ തലക്കെട്ട് നൽകിയതായി തരൂർ ആരോപിച്ചു. തന്റെ വീഡിയോയിൽ എവിടെയാണ് ഇത്തരമൊരു കാര്യം പറയുന്നത് എന്ന് പരിശോധിക്കാൻ ആ മാധ്യമ സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ പോഡ്കാസ്റ്റിൽ എവിടെയും അത്തരമൊന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അതേ തുടർന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു തിരുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും അതുകൊണ്ടുണ്ടാകേണ്ട നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് തരൂർ എടുത്തു പറഞ്ഞത്. ഈ അനുഭവം ഇന്ത്യൻ മാധ്യമങ്ങളുടെ നിലവാരത്തെക്കുറിച്ചുള്ള എന്റെ ആകുലതകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വാക്കുകൾ കോപത്തോടെയല്ല, ദുഃഖത്തോടെയാണ് എഴുതുന്നത്. ഇത്തരം റിപ്പോർട്ടിംഗിൽ നിന്ന് എന്ത് സംരക്ഷണമാണ് പൊതുപ്രവർത്തകർക്കുള്ളതെന്നും ശശി തരൂർ ചോദിച്ചിരുന്നു.